മലപ്പുറം വേങ്ങരയിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരസ്യ പ്രതിഷേധം. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കുഞ്ഞാലിക്കുട്ടിയുടെ സഹോദരി പുത്രന് നൽകാൻ നീക്കം നടക്കുന്നുവെന്ന് ആരോപിച്ച് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. അതേസമയം പോസ്റ്ററുകളിലെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. വേങ്ങരയിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നുമില്ല. വേങ്ങര തീരുമാനം തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നില്ല. മനസ്സിലായി, തങ്ങൾ പ്രഖ്യാപിച്ചത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വാർത്തക്ക് ഒരു അടിസ്ഥാനം ഇല്ല എന്നുള്ളത്. എൻ്റെ കുടുംബത്തിൽ നിന്ന് വേങ്ങര ബ്ലോക്കിൽ ആരുമില്ല, അവിടെ വേറെ ആളാണ്. ദീപക് മലേമ നമുക്കൊപ്പം. ദീപക് മലേമ, സ്വജനപക്ഷപാത ആരോപണം പൂർണ്ണമായും തള്ളുകയാണോ പി കെ കുഞ്ഞാലിക്കുട്ടി ചിരിച്ചുകൊണ്ട്? മലപ്പുറം വേങ്ങരയിലാണ് ഒരു പരസ്യ പ്രതിഷേധത്തിന്റെ സ്വഭാവം ഇന്ന് നമ്മൾ കണ്ടത്. അവിടെ വേങ്ങരയിൽ ഗ്രീൻ ആർമി എന്ന പേരോടുകൂടിയാണ് പോസ്റ്ററുകൾ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന്റെ കുഞ്ഞാലിക്കുട്ടിയുടെ തറവാട് സ്വത്താണോ എന്നുള്ള ചോദ്യമാണ് ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. അത് ആ നിലയ്ക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹത്തിന്റെ കുഞ്ഞാലിക്കുട്ടിയുടെ സഹോദരി പുത്രന് തീർ എഴുതി കൊടുക്കാനാണ് ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആക്ഷേപം. എടരിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറിയുമായിരുന്ന VP സുബൈർ തങ്ങളുടെ പേരാണ് നേരത്തെ തന്നെ പ്രാദേശികമായി വേങ്ങര മണ്ഡലം കമ്മിറ്റികൾ, ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾക്കൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ പേര് വെട്ടിമാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രാദേശികമായിട്ടുള്ള ഒരു പ്രശ്നമായി അവർ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ സഹോദരി പുത്രനായ അബു താഹിറിനെ പ്രസിഡന്റാക്കാൻ നീക്കം നടക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപമായി ഇത്തരം പ്രാദേശികമായി ഉയർന്നു വന്നത്. അതിന് പിന്നാലെ തന്നെ അത് പ്രതിരോധിച്ച് കുഞ്ഞാലിക്കുട്ടി രംഗത്തേക്ക് വരുന്നുണ്ട്. തന്റെ കുടുംബത്തിൽ നിന്ന് ആരും അത്തരത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തില്ല എന്നുള്ളതാണ്. നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു ദീപക്.